പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നലെ DFRAയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നു. അതിന് ഒന്ന് രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7ന്റെ ഫൈനലായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോ ചെയ്തു. അതുപോലെ അമര സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ DFRA എന്നുമായിട്ട് ബന്ധപ്പെട്ട ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം അവധി ദിവസമാണെങ്കിലും ഭയങ്കര തിരക്കാടി. അപ്പോൾ അത് തന്നെയാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പോൾ ഇന്നലെയും ശനി ഞായറും വമ്പൻ കളക്ഷനാണ്. നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചു വമ്പൻ കളക്ഷൻ. ഏകദേശം 10 കോടി രൂപയോളം 2 ദിവസമായിട്ട് വേൾഡ് വൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന സൂചന. അപ്പം ഞാൻ കേരള കളക്ഷനൊന്നുമില്ല, കേരളത്തിലെ കളക്ഷനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷൻ തന്നെയാണ്. ഇന്നലെ കിട്ടിയത് 2.55 ആണ്. 2,55,00,000 രൂപയാണ് ഞായറാഴ്ച ദിവസം കിട്ടിയത്. പക്ഷെ കർണാടകത്തിലെ കളക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ കളക്ഷൻ ഇത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കർണാടകത്തിൽ നിന്ന് ഞായറാഴ്ച ദിവസമായി ഇന്നലെ 45 ലക്ഷം രൂപയാണ് കർണാടകത്തിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ കർണാടകത്തിൽ നിന്ന് 4,45,00,000 രൂപയിലേക്ക് എത്തി. 5 കോടി പിന്നിടും എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കർണാടക കളക്ഷൻ ശനിയാഴ്ച ദിവസവും 65 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഇന്നലെ 45 ലക്ഷം രൂപയുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 1,10,00,000 രൂപ 2 ദിവസമായിട്ട് കർണാടകത്തിൽ നിന്ന് മാത്രമായി കളക്ട് ചെയ്തു. അതുപോലെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ് 15 ലക്ഷം, 81 ലക്ഷം രൂപയായി. അതും ഏകദേശം 1 കോടി രൂപയിലേക്ക് അടുക്കുന്നു. തമിഴ്നാട് 20 ലക്ഷം രൂപയുണ്ടായിരുന്നു ഇന്നലെ കളക്ഷൻ. 2,69,00,000 രൂപയായി തമിഴ്നാട്ടിലെ കളക്ഷൻ. അതും ഏകദേശം 3 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ കളക്ഷൻ ഞാൻ പറഞ്ഞ പോലെ 2,55,00,000 രൂപയുണ്ടായിരുന്നു ഞായറാഴ്ചത്തെ കളക്ഷൻ. കേരളത്തിലെ കളക്ഷൻ അങ്ങനെ 31,50,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 10 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഹിന്ദി മേഖലയിൽ നിന്ന് 1,45,00,000 രൂപയാണ് ടോട്ടൽ കളക്ഷൻ. അങ്ങനെ 1.5 കോടി കടക്കും എന്ന് ഏകദേശം അവിടെയും ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ കാണിക്കുന്നത് ഇന്ത്യ ഗ്രോഫായിട്ട് 40,90,00,000 രൂപയും, വേൾഡ് വൈഡ് ഓവർസീസ് കളക്ഷനായിട്ട് 30,60,00,000, അങ്ങനെ 71,50,00,000 രൂപയാണ് ടോട്ടൽ കളക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് 75 കോടി പിന്നിടുന്ന ചിത്രമായി DFRA മാറുന്നു. അപ്പം വളരെ വേഗം കളക്ഷൻ കയറി 100 കോടി അടിക്കുന്ന ചിത്രമായിട്ട് DFRA മാറട്ടെ അല്ലേ, നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കളക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രാവശ്യം വൻ വിജയമായ പല ചിത്രങ്ങളുണ്ടായിരുന്നു. ഓഫീസർ ഓൺ ഡ്യൂട്ടി, ബോബൻ കുഞ്ചാക്കോയുടെ പടം 54 കോടി രൂപയായിരുന്നു ടോട്ടൽ കളക്ഷൻ വന്നത്. അത് DFRA മറികടന്നിരിക്കുന്നു. രേഖാചിത്രം ആസിഫ് അലി നായകനായ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു. അതിൻ്റെ കളക്ഷൻ 57 കോടിയായിരുന്നു. അതും മറികടന്നിരിക്കുന്നു. പിന്നെ വിഷു റിലീഫായിരുന്നു അല്ലേ, വിഷു റിലീഫായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം. അതും വളരെ വേഗം മറികടന്നിരിക്കുന്നു. 64 കോടിയായിരുന്നു ഇതിൻ്റെ നെസ്ലിൻ നായകനായ ചിത്രം. അതും മറികടന്നിരിക്കുന്നു. DFRA എന്ന ഹൊറർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം DFRA എന്ന ചിത്രം നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇന്നും സാമാന്യം 2,000 ടിക്കറ്റൊക്കെ മണിക്കൂറിൽ വിറ്റ് പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഏകദേശം 10,000-15,000 ടിക്കറ്റോളം ഇന്ന് വിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കളക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ഏകദേശം 1.5 കോടി എങ്കിലും ഇന്ന് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് ഏകദേശം 75 കോടി വേൾഡ് വൈഡ് പിന്നിടും. കേരളത്തിൽ നിന്ന് ഇന്നുകൊണ്ട് 33 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷനും ബുക്കിങ്ങും ഒക്കെ ആയിട്ട് വൻ കുതിച്ചുകയറ്റമാണ് DFRA എന്ന ചിത്രം നടത്തുന്നത്. അപ്പം കർണാടകത്തെ കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 2 ദിവസം കൊണ്ട് 5 കോടി പിന്നിടുന്ന ചിത്രമായിട്ട് കർണാടകത്തിൽ ഈ ചിത്രം മാറും.
ടോട്ടൽ ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 40,90,00,000 കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന 31,50,00,000 രൂപ മാത്രമാണ്. അപ്പം വേറെ കേരളത്തിൽ ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 9,40,00,000 രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കർണാടകത്തിലെ വമ്പൻ കളക്ഷന്, തമിഴ്നാട്ടിൽ കളക്ഷൻ, തെലുങ്കാന, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു മലയാള ചിത്രം 1 കോടി കടക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും, ഇന്ത്യ മേഖലയിൽ 1.5 കോടി കടക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും മികച്ച പ്രതികരണമാണ് ഈ ചിത്രം നേടുന്നത്. അപ്പം വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം പുതിയ അപ്ഡേറ്റും വാർത്തകളും ഒക്കെ ആയിട്ട് ഇനി ഞാൻ എത്തും വരെ ഓക്കെ ബൈ.